ഞങ്ങളിന്നൊരു ചെറിയൊരു കുക്കിംഗ് പരീക്ഷണം നടത്തുവാണ്. ബീഫ് പള്ളിവാസൽ നിന്ന് ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു, ചുമ്മാ എന്നാൽ പിന്നെ നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇന്നലെ ഞങ്ങൾ നമ്മുടെ സ്പക്ഷട്ടി പോയി മേടിച്ച ബീഫാണ്. അത് എന്തോ ഒരു പേര് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ബീഫ് മേടിക്കുന്നത്. അതുകൊണ്ട് എന്താകും അവസ്ഥ എന്നറിയത്തില്ല. എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത് കണ്ടോ, ശരിക്കും നമ്മുടെ ഒരു ചോര കളറാണ്. ശരിക്കും നല്ല പക്ക ചോര കളറാണ്, നാച്ചുറൽ കളറാണ് ചേർത്തേക്കുന്നത് എഴുതിയേക്കുന്നത് എൻ്റെ കവറിൽ. പക്ഷേ മുറിക്കാനൊക്കെ എളുപ്പമുണ്ട് കേട്ടോ. നന്നായിട്ട് കട്ട് ചെയ്ത് നല്ല പീസായിട്ട് വരുന്നുണ്ട്. നല്ല എളുപ്പമുണ്ട്, മുറിക്കുമ്പോഴൊക്കെ എളുപ്പമുണ്ട്. അത്രയ്ക്ക് നെയ്യില്ല. കുറച്ചുകൂടെ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു രസമുള്ളൂ. നമ്മുടെ നാട്ടിലെ ആ ഒരു നെയ്യൊക്കെ ഇറങ്ങി വരുമ്പോഴാണല്ലോ കുറച്ചുകൂടെ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പം അതുകൊണ്ട് അത്രയും നെയ്യ് ഇറങ്ങി വരുന്നില്ല. എന്തായാലും ഉണ്ടാക്കി നോക്കാം, എന്താകും എന്നറിയത്തില്ല. നമ്മുടെ നോർമലി നാട്ടിൽ കിട്ടുന്ന ബീഫ് ഇതൊക്കെ നമ്മൾ വഴറ്റി വരുമ്പോൾ ആ കറുത്തൊക്കെ വരുമ്പോൾ എന്ത് ടേസ്റ്റാണല്ലേ. അപ്പോഴത്തേക്ക് അത് തീർന്നും പോകും, അതാണ് സത്യം. അത്യാവശ്യം ചെറിയ പീസുകളാക്കി നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം നേരെ കുക്കറിലോട്ട് നമ്മൾ വെക്കുകയാണ്. കുക്കറിൽ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ ഈ ബീഫിനെല്ലാം അതിനകത്തോട്ട് പെറുക്കിയിടുക. പിന്നെ അത്യാവശ്യം പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ഉള്ളി ആയിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ സവോള, നോർമൽ സവോള ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് വരും. ചെറിയ ഉള്ളി കിട്ടുവാണെങ്കിൽ ചെറിയ ഉള്ളി, ഇവിടെ നമുക്ക് അധികം അവൈലബിൾ അല്ല. ഇപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ഫ്രോസനാണ് മേടിച്ചേക്കുന്നത്. ഫ്രോസൺ ചെറിയ ഉള്ളിയും അല്ലാത്തത് കുറച്ചുകൂടെ മിക്സ് ചെയ്താണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളിയും ഇതും കൂടെ കൂട്ടി മിക്സ് ചെയ്ത്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളത് കൂടാതെ ബാക്കി ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു തക്കാളി, നാരങ്ങാനീര് ഇതൊക്കെ ചേർക്കുന്നുണ്ട്. തക്കാളി പുളി കിട്ടാൻ വേണ്ടിയാണ് തക്കാളി ചേർക്കുന്നത്. അതുപോലെ കുറച്ച് നാരങ്ങാനീര് ചേർത്തു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാം നന്നായിട്ട് ഇളക്കി ഒന്ന് ചേർത്ത് പിടിപ്പിക്കുക. ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കണം. നമ്മൾ അത്യാവശ്യം ഉപ്പിടുക. കുക്കർ അടച്ച് വെച്ച് ഏകദേശം ഒരു 2-3 വിസിൽ അടുപ്പിക്കുക. കാരണം ഇതിന് വേവ് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഞാനൊരു 3 വിസിലേ അടുപ്പിച്ചിട്ടുള്ളൂ. അതേ സമയത്ത് നമുക്ക് ഇവിടെ കുറച്ച് പെരിഞ്ചീരകവും കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ കാശ്മീരി ചില്ലി, കുറച്ച് മല്ലിപ്പൊടി കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചെറിയൊരു തീയിൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കർ അടിക്കും. കുക്കർ 2-3 അടിച്ചിരിക്കുകയാണ്. നമ്മുടെ കുക്കർ 2 അടിച്ച് സെറ്റായി. അത് കഴിഞ്ഞ് നമ്മൾ കുക്കറിലുള്ള ബീഫിനെ നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന നമ്മുടെ മറ്റേ മല്ലിപ്പൊടിയും എല്ലാം ഇതിനകത്ത് ചേർത്തു. പിന്നെ അതുകൂടാതെ ഒരു ഐറ്റം ഞാൻ വെറൈറ്റി ആയിട്ട് കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ കണ്ടതാണ് കേട്ടോ. അതിൽ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങേനെ ജസ്റ്റ് വറുത്തിട്ട് തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ ഏകദേശം തിളച്ച് വരുമ്പോൾ നമ്മൾ കുറച്ച് ഗരം മസാലയുടെ മുകളിൽ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഗരം മസാല, അപ്പോൾ ഫ്ലേവർ കുറച്ചുകൂടെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഗരം മസാല ലാസ്റ്റ് ആഡ് ചെയ്യുന്നത്. തേങ്ങ അരച്ചത് ചേർക്കുന്നു. തേങ്ങ ജസ്റ്റ് വറുത്തരച്ചതാണ്. കുറച്ച് കറിവേപ്പില, മല്ലിയിലൊക്കെ ആഡ് ചെയ്യണം, നല്ലതായിരിക്കും. പക്ഷേ അത് നമ്മുടെ സാധനം അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ കറി റെഡിയാണ് കേട്ടോ.